നമസ്തേ. ഇന്ന് നമ്മൾ എക്സർസൈസ് 1.1 ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 11 ഒന്ന് വായിക്കാം. ഷോ ദാറ്റ് ദി റിലേഷൻ ആർ ഇൻ ദി സെറ്റ് എ ഓഫ് പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ given by R is equal to set of all ordered pair PQ such that the distance of the point P from the origin is the same as the distance of the point Q from the origin is an equivalence relation. Further show that the set of all points related to a point P not equal to 0, 0 is the circle passing through P with origin as center എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ എന്ന് പറയുന്ന ഒരു സെറ്റിലാണ്. എ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദി സെറ്റ് ഓഫ് പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാ? ഇറ്റ് ഈസ് ദി സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർ പി ക്യൂ സച്ച് ദാറ്റ് ദി ഡിസ്റ്റൻസ് ഓഫ് പി ഫ്രം ദി ഒറിജിൻ ഈസ് സെയിം ആസ് ഡിസ്റ്റൻസ് ഓഫ് ക്യൂ ഫ്രം ദി ഒറിജിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് ഓഫ് പി ഫ്രം ദി ഒറിജിൻ എഴുതുന്നതിന് പകരം നമുക്കതിനെ ഇങ്ങനെ കൊടുക്കാം. ഒ പി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് പി ഫ്രം ദി ഒറിജിൻ. It is equal to distance of the point Q from the origin എന്നാണ് തന്നിരിക്കുന്നത്. ഇത് ഇക്വലൻസ് ആണെന്നാണ് ആദ്യം കാണിക്കേണ്ടത് അല്ലെ. ഇക്വലൻസ് ആകണമെങ്കിൽ ആദ്യം എന്ത് നോക്കണം? റിഫ്ലെക്സീവ് ആണോ നോക്കണം അല്ലെ. റിഫ്ലെക്സീവ് ആകണമെങ്കിൽ ഓർഡേർഡ് പെയർ പി പി എന്നുള്ളത് അവിടെ വരണം. പി പി എന്നുള്ളത് വരണമെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്താവണം? ഒ പി ഈക്വൽ ടു ഒ പി എന്ന് വരണം. ഒ പി ഈക്വൽ ടു ഒ പി തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? സിൻസ് OP is equal to OP, ordered pair PP is an element of R for every P element in the set A. Therefore, that relation becomes reflexive. അല്ലേ? ഇനി നമുക്ക് സിമെട്രിക് ആണോ എന്ന് നോക്കാം. സിമെട്രിക് ആണ് നമ്മളൊരു ഓർഡേർഡ് പെയർ എടുക്കുകയാണ് അല്ലേ. സപ്പോസ് ലെറ്റ് ഓർഡേർഡ് പെയർ PQ is an element of R. ഓർഡേർഡ് പെയർ പി ക്യു ആറിലാണെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്തെഴുതാം? ഒ പി ഇസ് ഈക്വൽ ടു ഒ ക്യു. അപ്പൊ അത് തിരിച്ചും പറയാം അല്ലെ. ഒ ക്യു ഇസ് ഈക്വൽ ടു ഒ പി. സോ ഇഫ് ഒ ക്യു ഇസ് ഈക്വൽ ടു ഒ പി, which ordered pair is there? Ordered pair QP is an element of R. So ordered pair PQ element of R implies ordered pair QP element of R. Therefore, the relation is symmetrical. ഇനി എന്താ ചെക്ക് ചെയ്യണ്ടേ? ട്രാൻസിറ്റീവ് ആണോ എന്നാണ് അല്ലെ. ട്രാൻസിറ്റീവ് ആകണമെങ്കിൽ നമ്മൾ രണ്ട് പെയർ എടുക്കാം. സേ ഫസ്റ്റ് വൺ ഈസ് പി ക്യൂ ആൻഡ് ദി നെക്സ്റ്റ് വൺ ഈസ് സേ ക്യൂ എസ്. ഇവിടെ ആർ റിലേഷനെ റെപ്രസെന്റ് ചെയ്യുന്നതുകൊണ്ടാണ് ക്യു ആർ എന്ന് പറയാതെ എസ് എടുത്ത് നോക്കിയത് കേട്ടോ. ഇനി ഇത് രണ്ടും എവിടെയുണ്ട്? ആറിലുണ്ടെന്ന് എടുക്കുന്നത് അല്ലേ. സോ ഇഫ് ഓർഡേർഡ് പെയർ പി ക്യു ഈസ് ആൻ എലമെന്റ് ഓഫ് ആർ, വി ക്യാൻ റൈറ്റ് ഒ പി ഈസ് ഈക്വൽ ടു ഒ ക്യു. ആൻഡ് സിൻസ് ഓർഡേർഡ് പെയർ ക്യു എസ് ഈസ് ആൻ എലമെന്റ് ഓഫ് ആർ, വി ക്യാൻ റൈറ്റ് ഒ ക്യു ഈസ് ഈക്വൽ ടു ഒ എസ്. So what can we say? OP equal to OQ. OQ എന്ന് പറഞ്ഞാൽ OS ആണ്. So OP will be equal to OS എന്ന് എഴുതാം അല്ലേ. OP is equal to OS. If OP is equal to OS, we can write the ordered pair PS is an element of R. So ordered pair PQ and QS element of R implies ordered pair PS is an element of R. Therefore, it becomes transitive. So it is reflexive, symmetric and transitive. So it is an equivalence relation. ഇനി അതിനൊരു സെക്കൻഡ് പാർട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആ സെക്കൻഡ് പാർട്ട് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. സെക്കൻഡ് പാർട്ടിൽ നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നേ? പി നോട്ട് ഈക്വൽ ടു 0, 0 എന്ന് പറഞ്ഞാൽ പി ഒറിജിൻ അല്ലാത്ത ഏതെങ്കിലും ഒരു പോയിന്റ് ആണ്.
ഈ പിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സിന്റെ സെറ്റ് എടുത്താൽ അതൊരു സർക്കിൾ ഫോം ചെയ്യും. ആ സർക്കിളിന്റെ സെന്റർ ഒറിജിൻ ആയിരിക്കും. അതുപോലെ ആ സർക്കിൾ പിയിൽ കൂടെ പാസ് ചെയ്യും. ഇതാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പൊ ഞാൻ ഈ പിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് പറയാൻ പോവാണ്. അപ്പൊ പിയുമായിട്ട് പോയിന്റ്സ് റിലേറ്റഡ് ആകണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് അല്ലെ. പി ക്യൂ ആയിട്ട് റിലേറ്റഡ് ആകണമെങ്കിൽ ഒ പി ഇസ് ഈക്വൽ ടു ഒ ക്യൂ ആകണം. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് പോയിന്റ്സ് എടുക്കുവാണ്. സപ്പോസ് ക്യൂ, എസ്, ടി, യു എക്സെട്ര ആർ ദി പോയിന്റ്സ് റിലേറ്റഡ് ടു പി എന്ന് എടുക്കുവാണ്. അപ്പൊ ഈ പോയിന്റ്സ് എല്ലാം പി യു ആയിട്ട് റിലേറ്റഡ് ആണെന്ന് പറയുക. അപ്പൊ ക്യൂ പിയോട് റിലേറ്റഡ് ആകണമെങ്കിൽ ഒ പി ഷുഡ് ബി ഈക്വൽ ടു ഒ ക്യൂ ആകണം അല്ലെ. പിയും ക്യൂവും തമ്മിൽ റിലേറ്റഡ് ആവണമെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്താ? ഒ പി ഇസ് ഈക്വൽ ടു ഒ ക്യൂ ആകണം. അപ്പൊ ക്യൂ പിയോട് റിലേറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉടനെ എന്താ എഴുതാം? ഒ പി ഇസ് ഈക്വൽ ടു ഒ ക്യൂ എന്ന് എഴുതാം. അതേപോലെ എസ് റിലേറ്റഡ് ടു പി ആയതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? ഒ പി ഇസ് ഈക്വൽ ടു ഒ എസ് എന്ന് എഴുതാം. അതുപോലെ ടി പിയോട് റിലേറ്റഡ് ആയതുകൊണ്ട് എന്തെഴുതാം? ഒ പി ഇസ് ഈക്വൽ ടു ഒ ടി എന്ന് എഴുതാം. യു പിയോട് റിലേറ്റഡ് ആയതുകൊണ്ട് എന്തെഴുതണം? ഒ പി ഇസ് ഈക്വൽ ടു ഒ യു. ഇങ്ങനെ പോകും അല്ലേ. ഇനി ഈ ഒരു ലൈൻ നോക്കിയാൽ നമുക്കറിയാം ഒ ക്യൂ എന്ന് പറഞ്ഞാലും ഒ എസ് എന്ന് പറഞ്ഞാലും ഒ ടി എടുത്താലും ഒ യു എടുത്താലും എല്ലാം ആരോടാ ഈക്വല്? ഒ പിയോട് ഈക്വൽ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിനകത്തുനിന്ന് എഴുതാം ഒ ക്യൂ ഇസ് ഈക്വൽ ടു ഒ എസ് ഈക്വൽ ടു ഒ ടി ഇസ് ഈക്വൽ ടു ഒ യു ഇസ് ഈക്വൽ ടു എക്സെട്ര. ഇവരെല്ലാം ആരോടാ ഈക്വൽ? ഇവരെല്ലാം ഈക്വൽ ടു ഒ പി ആണ്. ഒ പിയെ ഞാൻ ആർ എന്ന് വിളിച്ച ആ ഡിസ്റ്റൻസ് ആർ എന്ന് എളുപ്പത്തിന് വേണ്ടി അവിടെ ആർ എന്നിട്ടെന്ന് വിചാരിച്ചു. അപ്പം ഈ ഒരു ലൈനിന്റെ മീനിങ് എന്താ? ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് ക്യൂ ഫ്രം ദി ഒറിജിൻ എടുത്താലും ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് എസ് ഫ്രം ദി ഒറിജിൻ എടുത്താലും ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് ടി ഫ്രം ദി ഒറിജിൻ എടുത്താലും ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് യു ഫ്രം ദി ഒറിജിൻ എടുത്താലും ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് പി ഫ്രം ദി ഒറിജിൻ എടുത്താലും അതെല്ലാം എന്തിനോട് ഈക്വലാ? ആറിനോട് ഈക്വൽ ആണ് അല്ലെ. അതായത് ഈ പി ക്യൂ എസ് ടി യു ഇതെല്ലാം ഒറിജിനിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് അകലെയാ? ആർ ഡിസ്റ്റൻസ് അകലെയാണ് അല്ലെ. എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ഇരിക്കുമായിരിക്കും? ഇതാണ് നമ്മുടെ ഒറിജിൻ. അപ്പൊ ഞാനൊരു പി മാർക്ക് ചെയ്തു. പി ഒറിജിൻ അല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു പി മാർക്ക് ചെയ്യുന്നു വിചാരിച്ചു. അപ്പം ഒറിജിനും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആറാണ് അല്ലെ. ഇതേ ഡിസ്റ്റൻസ് കിടക്കുന്ന വേറൊരു പോയിന്റ് ആണ് ക്യൂ അല്ലെ. ഒറിജിനിൽ നിന്ന് ക്യൂവിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ത് തന്നെയാ? ആറാണ്. അപ്പൊ ഞാനിവിടെ വേറെ എണ്ണം മാർക്ക് ചെയ്യുവാണ്. ഒറിജിനിൽ നിന്നും അതേ ഡിസ്റ്റൻസ് ആറിൽ കിടക്കുന്ന വേറൊരു പോയിന്റ് ആണ് ക്യൂ. ഇനി ഒറിജിനിൽ നിന്നും അതേ ആർ ഡിസ്റ്റൻസിൽ തന്നെ കിടക്കുന്ന ഒരു പോയിന്റ് ആണ് എസ്. അപ്പൊ ഇവിടെ മാർക്ക് ചെയ്ത് വിചാരിച്ചു എസ്. ഈ ഡിസ്റ്റൻസ് എത്ര തന്നെയാ? 6. ഇനി ഒരു ടി മാർക്ക് ചെയ്യാം. ടി ഇവിടെ മാർക്ക് ചെയ്തെന്ന് വിചാരിച്ചു. ടി ഓ ടി യു എന്നാ തന്നെയാ? 6 തന്നെയാണ് അല്ലെ. ഇനി ഒരു യു ഉണ്ടല്ലേ. യു ഞാൻ ഇവിടെ മാർക്ക് ചെയ്തെന്ന് വിചാരിച്ചു. യു യു ഓ യു നമുക്ക് എന്ത് തന്നെയാ? 6 തന്നെയാണ് അല്ലെ. അപ്പൊ ഈ സെറ്റ് ഓഫ് പോയിന്റ്സ് എല്ലാം കൂടെ നമ്മളൊന്ന് കൺസിഡർ ചെയ്യാന്ന് വിചാരിച്ചു. ഈ സെറ്റ് ഓഫ് പോയിന്റ്സ് എല്ലാം കൺസിഡർ ചെയ്താൽ നമുക്ക് എന്നാ കിട്ടി? ഒരു സർക്കിൾ കിട്ടി അല്ലെ. ആ സർക്കിളിന്റെ സെന്റർ എന്തായിരിക്കും? ഒറിജിൻ ആണ്. അത് ഏതുവഴി പാസ് ചെയ്യുന്ന സർക്കിളാ? ഈ പി കൂടെ പാസ് ചെയ്യുന്നുണ്ടല്ലോ. പി കൂടെ പാസ് ചെയ്താ പോയേക്കുന്നത് അല്ലെ. അതല്ലായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ. അപ്പൊ ഈ ഫിഗർ ഇതെല്ലാം നമ്മളൊരു ഫിഗറിൽ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. സോ ഫ്രം ദിസ് ഫിഗർ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് the set of points related to P form a circle with the center origin and passing through the point P. Idea clear ആയോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കൂടെ നോക്കാം കേട്ടോ. Question number
12 ഒന്ന് വായിച്ചു നോക്കി. ക്വസ്റ്റ്യൻ നമ്പർ 12. Show that the relation are defined in the set A of all triangles defined as R is equal to set of ordered pair T1 T2 such that T1 is similar to T2. T1 is similar to T2. Is an equivalence relation. Consider three right angle triangles T1 with sides 3, 4, 5, T2 with sides 5, 12, 13 and T3 with sides 6, 8, 10. Which triangles among T1, T2 and T3 are related? അപ്പോൾ സെക്കൻഡ് പാർട്ട് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഫസ്റ്റ് പാർട്ട് ആദ്യം നോക്കാം. തന്നിരിക്കുന്ന റിലേഷൻ ഇക്വലൻസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം അത് റിഫ്ലെക്സീവ് ആണ്. ഇപ്പം എല്ലാവരും പഠിച്ചു കാണും അല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിലും എല്ലാവരും തന്നെ എഴുതാറായി കാണും. അപ്പം റിഫ്ലെക്സീവ് വരണമെങ്കിൽ T1 ഇവിടെ വരണം. അങ്ങനെ വരണമെങ്കിൽ നമ്മുടെ കണ്ടീഷൻ T1 ഈസ് സിമിലർ ടു T1 വരണം. നമുക്കറിയാം എല്ലാ ട്രയാങ്കിളും അതിനോട് തന്നെ സിമിലർ ആണ്. അപ്പോൾ T1 ഈസ് സിമിലർ ടു T1 തന്നെയാണ്. സോ വി ക്യാൻ റൈറ്റ് സിൻസ് T1 ഈസ് സിമിലർ ടു T1 itself, ordered pair T1 is an element of R for every T1 element in the given set. Therefore, the relation becomes reflexive. So, next symmetric. So, let ordered pair T1 T2 element of R. Ordered pair T1 T2 element of R means T1 is similar to T2. T1 is similar to T2. So we can say T2 is similar to T1. So which ordered pair comes there? Ordered pair T2 T1 is an element of R. Therefore the relation becomes symmetric. Now what about transitive? Take the pairs T1 T2 and say T2 T3 element of R. So ordered pair T1 T2 element of R implies T1 is similar to T2. So T1 is similar to T2. And ordered pair T2 T3 element of R means T2 is similar to T3. So T2 is similar to T3. So T1 is similar to T2, T2 is similar to T3, therefore we can write T1 is similar to T3 and that implies ordered pair T1 T3 is an element of R. Therefore we can say the relation is transitive. So മൂന്ന് condition, it is reflexive, symmetric and transitive, therefore it is an equivalence relation. ഫസ്റ്റ് പാർട്ട് എല്ലാവരും തന്നെ ചെയ്ത് കാണും, തന്നെ ചെയ്യാൻ അറിയാമായിരുന്നു. ഇനി നമുക്ക് ആ സെക്കൻഡ് പാർട്ട് ഒന്ന് നോക്കാം. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് 3 ട്രയാങ്കിൾ തന്നിട്ടുണ്ടല്ലേ, അവരുടെ സൈഡ്സും പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ ട്രയാങ്കിൾ T1ന്റെ സൈഡ്സ് തന്നിരിക്കുന്നത് 3, 4, 5. നെക്സ്റ്റ് ട്രയാങ്കിൾ T2 വിത്ത് സൈഡ്സ് 5, 12, 13 ആൻഡ് T3 വിത്ത് സൈഡ്സ് 6, 8, 10. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്നാ, ഈ ട്രയാങ്കിൾസിൽ ഏതൊക്കെ തമ്മിലാണ് റിലേറ്റഡ് ആയിരിക്കുന്നത്? 2 ട്രയാങ്കിൾ റിലേറ്റഡ് ആകണമെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്നാ, അവർ രണ്ടും സിമിലർ ആയിരിക്കണം അല്ലെ? നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് 2 ട്രയാങ്കിൾ സിമിലർ ആകണമെങ്കിൽ അവരുടെ സൈഡ്സിന്റെ റേഷ്യോ പ്രൊപ്പോർഷണൽ ആയിരിക്കണം. സൈഡ്സിന്റെ റേഷ്യോ എടുത്താൽ സെയിം ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ആദ്യം T1ഉം T2ഉം തമ്മിലുള്ള സൈഡ്സിന്റെ റേഷ്യോ എടുത്ത് നോക്കാം. T1ഉം T2ഉം കൂടെ നോക്കുവാണ് കേട്ടോ. സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറഞ്ഞേ 3/5, 4/12, 5/30. ഇത് 3 ഈക്വൽ ആണോ? ഈ ഫ്രാക്ഷൻസ് ഈക്വൽ ആണ്? അല്ല അല്ലേ? ഇനി അടുത്തത് T2ഉം T3ഉം കൂടെ എടുത്ത് നോക്കാം. T2ഉം T3ഉം കൂടെ എടുത്ത റേഷ്യോ എന്ന് പറഞ്ഞേ 5/6,
12/8 13/10. അത് മൂന്നും ഈക്വൽ ആവുമോ? ഇല്ല അല്ലേ. ഇനി മിച്ചം ഒരെണ്ണേ ഉള്ളൂ. ഏതാ? T1 ഉം T3. അതുകൂടെ നമുക്കൊന്ന് എടുത്തു നോക്കാം. T1 ആൻഡ് T3 റേഷ്യോ ഒന്ന് പറഞ്ഞേ. 3/6, പിന്നെ 4/8, 5/10. ഇങ്ങനെയാണ് വന്നേക്കുന്നത് അല്ലേ. ഇത് നമുക്കെല്ലാം ക്യാൻസൽ ചെയ്യാം അല്ലെ. എല്ലാ ഫ്രാക്ഷനും ഒന്ന് ചെറുതാക്കാം. അപ്പൊ ഇവിടെ 3 ഉം 6 കൂടെ വെട്ടിക്കഴിയുമ്പോൾ ഇവിടെ 1, ഇവിടെ 2, it becomes 1/2. 4 ഉം 8 ഉം ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്നാ തന്നെ വരും? 1/2. And 5/10 is also 1/2. So the ratios of the sides are same. That means the sides of T1 and T3 are proportional, and that means T1 is similar to T3. Therefore T1 and T3 are related. എടുത്തത് മനസ്സിലായോ? ഇനി അടുത്ത പ്രോബ്ലംസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.